ദിലീപ് നായകനാവുന്ന പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ജോണി ആന്റണി ഉണ്ടല്ലോ. പഴയ ദിലീപിന്റെ ഒരു ഇത് കാണുന്നതുപോലെ അല്ലേ? ഫ്ലാറ്റിലൊക്കെ ഒരു കെയർ ടേക്കർ ഉണ്ടാവല്ലോ, അതിനെ ട്രോളുന്നൊരു ഫീൽ എനിക്കുണ്ട്. ഈ പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ ചുറ്റിക്കലോട് ഫ്ലാറ്റിലെ കെയർ ടേക്കർ ഒരു ബോഡി ഗാർഡ് ടൈപ്പ് ഒരു ടച്ചുള്ള ഒരു സംഭവം. നീ അവളെ കണ്ടില്ലേ? ആളിഷ്ടപ്പെട്ടോ? മിസ്റ്റർ പവിത്രൻ, ഇത്രയും നാളായിട്ട് താങ്കൾക്ക് എന്നെ കാണുമെന്ന് തോന്നിയതേ ഇല്ല. എന്നാലേ എനിക്ക് കാണണം. ശരിക്കും ബോഡി ഗാർഡ് പോലെ ഉണ്ടല്ലോ. ഞാനിപ്പോ ഇതിപ്പോ നമ്മളെ ബോഡി ഗാർഡ് അവസ്ഥയിലായി. നായികാരാന്ന് കാണിച്ചിട്ടില്ല. കൊള്ളാം. അപ്പൊ എന്തായാലും പഴയ ഒരു പണ്ടത്തെ ദിലീപ് സിനിമകളിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന, നമ്മൾ എന്താ പറയാ, ആരാധിച്ചിരുന്ന ആ ഒരു ലെവലിലേക്ക് ഉള്ള ഒരു പെർഫോമൻസ് കോമഡിയാണ്. ആ ഒരു പഴയ ഒരു സ്റ്റൈല് ബാക്കി എല്ലാ എന്താ പറയാ ഹീറോസിനെ വെച്ച് നോക്കുമ്പോഴും മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്കാണ് അങ്ങനത്തെ ഹീറോ എന്ന നിലയിൽ എന്തും തനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം. എന്ന് വെച്ചാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ ചാർലി ചാപ്ലിൻ ഒരു ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ മലയാളത്തിലെ ചാർലി ചാപ്ലിൻ ആണ്. ഇപ്പൊ ഒരു നായക സങ്കല്പങ്ങളെയൊക്കെ കുറെയൊക്കെ എന്താ, നായകൻ എപ്പോഴും ഹീറോ ആയിരിക്കണം, തല്ല് വാങ്ങരുത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് നായകനും ഇപ്പൊ ഒരു സാധാരണക്കാരനെ പോലെ ആവും എന്നുള്ള ഒരു സംഭവമൊക്കെ ആ ഒരു ഐഡിയോളജി കാണിച്ചു തന്നിട്ടുള്ളത്. അത് അന്നത്തെ കാലത്ത് ഹീറോയിസം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ എല്ലാരെയും പോലെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്, വിത്ത് ഓൾ ദ ഫൺ ഫ്ലോസ് എല്ലാം ഉണ്ട് എന്ന് കാണിച്ചു തന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. അപ്പൊ ആ ഒരു ലെവലിലുള്ള തമാശ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഈ ഒരു ടീച്ചർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഭയങ്കരമായിട്ട് ആ ഒരു പഴയ ആ ഒരു ലെവലിലുള്ള ആ പെർഫോമൻസിൽ നമുക്ക് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പൊ ബോഡി ഗാർഡ് ഒക്കെ കണ്ടില്ല, അതെല്ലാം ഒരു തമാശയൊക്കെ നല്ല രസമാണ്. അതിന്റെ ആ ഒരു ടച്ച് ഇതിനും ഉണ്ട്. അപ്പൊ ആ ഒരു രീതി തന്നെ ആക്ച്വലി ടീച്ചർ കണ്ടപ്പോൾ ശരിക്കും ഒരു ബോഡി ഗാർഡ് ടച്ച് നമുക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എന്തായാലും ഇത് ടീച്ചറേ ആയിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ഗ്ലിംസ്. അപ്പം ഇനി വരാൻ പോകുന്ന സസ്പെൻസിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ട്രെയിലറിൽ ചിലപ്പോൾ സസ്പെൻസ് ഇതിലെ കൂടുതൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത് എല്ലാം നമുക്ക് ട്രെയിലറിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഈ ടീച്ചർ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.